പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ്, പ്ലസ് പ്രഗ്നൻസി ജേണി അതും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ പ്രഗ്നൻസി സ്റ്റോറി, ഡെലിവറി സ്റ്റോറി അതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഈ ഒരു പ്രഗ്നൻസി പീരീഡും ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ മേ ബി ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസി സ്റ്റോറി പറയുമ്പോൾ അത് എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും കേൾക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ 2019 കുഞ്ഞാറ്റേനെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. നോർമലി വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു. മന്ത്ലി ഒരു ചെക്കപ്പ്, പിന്നെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം, അങ്ങനെയുള്ളതായിരുന്നു. പിന്നെന്താ, സാധാരണ പ്രഗ്നൻറ്റ് ലേഡീസിനെ പോലെ ഛർദി, തലചുറ്റൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ടുള്ള പ്രഗ്നൻസി കാലഘട്ടം. അപ്പോൾ ഈ ഛർദി സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഓർത്തിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറോട് പറയും, ഡോക്ടറെ എനിക്ക് ഛർദി ഒന്നും ഇല്ല കേട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ പറയും, ഛർദി ഇല്ലേ, എന്നാൽ വേണമെങ്കിൽ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരുന്ന് എഴുതണോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു പ്രഗ്നൻസി പീരീഡായിരുന്നു എനിക്കുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മന്ത്ലി ചെക്കപ്പിന് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ഡോക്ടർ റൂമിൽ തന്നെ നമുക്ക് നമ്മുടെ ബേബീനെ കാണാൻ പറ്റും. എന്താ പറയുക, നമ്മുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞ് പൊട്ടുണ്ടല്ലോ, എന്താ സൈഗോട്ട്, ആ ഒരു സംഭവമായിട്ടുള്ള അത് തൊട്ടിട്ട് ഇതാണ് നിങ്ങളുടെ കുഞ്ഞു വാവാന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞു സാധനം കാണിച്ചാൽ അത് നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് പൊട്ടിരിക്കുന്നുണ്ടാവും. ആ ഒരു ടൈം തൊട്ടിട്ട് കുഞ്ഞാവ വളർന്ന് വലുതാവുന്ന ഓരോ ഘട്ടങ്ങളും നമുക്ക് അവിടുന്ന് കാണിച്ചു തരും കേട്ടോ. അതിൻ്റെ ഹാർട്ട് ബീറ്റ് വരുന്നത്, പിന്നെ എന്താ പറയുക, കൈ മുളയ്ക്കുന്നത്, കാല് മുളയ്ക്കുന്നത്, പിന്നെ കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ ഫിംഗേഴ്സ് വെച്ച് ചെയ്യുന്നത്, കാലുകൊണ്ട് കിക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് കാണിച്ചു തരും. എനിക്ക് മാത്രമല്ല, ഹസ്ബൻഡിനും കാക്കുവിനും അമ്മയ്ക്കും ഒക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെക്കപ്പിന് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമുക്ക് ബേബീനെ, വയറ്റിലുള്ള ബേബീനെയും കൂടെ കാണാമല്ലോ എന്നുള്ള ഒരു സന്തോഷം കൊണ്ട് എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. അത് ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ മാത്രമേ അങ്ങനത്തെ ഇതുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ 3 സ്കാനിങ് അല്ലേ ഉള്ളു. അപ്പോൾ ആ ഒരു സ്കാനിങ് ടൈമിൽ ചിലപ്പോൾ നമുക്ക് മോണിറ്റർ തിരിച്ച് വെച്ച് കാണിച്ചു തന്നാൽ കാണാം. അപ്പം അങ്ങനെയൊക്കെ കാണുള്ളൂ എന്നാണ് എൻ്റെ ഫ്രണ്ട്സും വേറെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ കാണുള്ളൂ എന്ന്. പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞാവേനെ മാസം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണുക എന്ന് പറയുന്നത്. അങ്ങനെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു പ്രഗ്നൻസി പീരീഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 8ാം മാസമൊക്കെ ആയ സമയത്ത് കാക്കുവിൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ അവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇപ്പോൾ ഞാൻ എവിടെയാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ കാണിക്കുന്നത് അടിപൊളി ഹോസ്പിറ്റലാണ്. പിന്നെന്താ, അവിടുത്തെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം ഒരു സിസ്റ്റർ, നമ്മളെ സ്വന്തം ചേച്ചി എങ്ങനെയാണോ നമ്മളെ കെയർ ചെയ്യുക, അതേപോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഡോക്ടറെ അടുത്ത് ഉണ്ടായിട്ടുള്ളത്. അത്രയും രസമായിരുന്നു ഡോക്ടർ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കാണിക്കാൻ തന്നെ പറയുള്ളൂ. അങ്ങനെ അവിടെ അവർ കാണിച്ചു. അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പ്രഗ്നൻസി പീരീഡ് തന്നെയായിരുന്നു, എന്നെപ്പോലെ തന്നെ. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവർ ഡെലിവറി ആയിക്കണം കേട്ടോ. എന്നെക്കാട്ടിലും മുമ്പാണ്. ഒരു ഡെലിവറിയുടെ ഒരു 1-2 ആഴ്ച മുന്നേ ആണ് അവർ വരുന്നത്. അങ്ങനെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. പക്ഷെ അവിടെ ഡെലിവറിക്ക് അവർക്ക് 2 ലക്ഷം രൂപയോളം ചിലവായി. അപ്പോൾ കാക്കുനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ ഇത്രയും ചിലവായിട്ടുണ്ട്, ഇത്രയും കാലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡെലിവറി ടൈം ആയപ്പോഴേക്കും ഇത് പിന്നെ കുഞ്ഞിനെ മറ്റേ NICUവിൽ കിടത്തുക, അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ സിസേറിയനായി, അങ്ങനെയൊക്കെ ഇതുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ചിട്ട് കാണിച്ചോ, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചോ. അങ്ങനെ ഉറപ്പ് ഞങ്ങൾക്ക് ടെൻഷനായി. കാരണം ഒരു ഡെലിവറിക്ക് വേണ്ടി 2 ലക്ഷം രൂപയൊന്നും ആ സമയത്ത് ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മെല്ലെ മാറാം എന്ന് വിചാരിച്ചു. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ പിന്നെ ആ ഹോസ്പിറ്റലിൽ എന്താ പറയുക, ഇത് നമ്മൾ പേളി മാണിയുടെ ഒക്കെ ഒരു പ്രഗ്നൻസി, ആ ഒരു ഡെലിവറി ഒക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ നിന്നിട്ട് ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രസവിക്കാം, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ അത്യാവശ്യം
അങ്ങനെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ അങ്ങനെ ചിലവുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഡെലിവറിക്ക് ചെല്ലുമ്പോൾ ഡോക്ടറെ സിസേറിയൻ എത്രയാണ് റേറ്റ് വരിക, നോർമൽ ഡെലിവറിക്ക് എത്ര ഡേറ്റ് വരിക എന്നുള്ളത് നമ്മൾ ഡോക്ടറെ അടുത്ത് ചോദിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ചോദിച്ചില്ല. പക്ഷെ അവർ വന്ന് എന്താ പറയുക, അവർ നമ്മളടുത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങനെ മാറി. വീണ്ടും ഒരു നല്ല ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തു. അങ്ങനെ തൃശ്ശൂർ മദറിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ അങ്ങനെ എന്താ പറയുക, നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു ടോപ്പ് 10 ഡോക്ടേഴ്സിൽ ഏറ്റവും ടോപ്പ് 10 ഡോക്ടേഴ്സിലുള്ള ഒരു ഡോക്ടറിനെ നമ്മൾ കാണിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ ഡെലിവറി ഡേറ്റിലുള്ള സംഭവം കുഴപ്പമില്ല. നമ്മളവിടെ അങ്ങനെ ഡോക്ടറെ കാണിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബേബിയൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഡെലിവറി ഡേറ്റ് പറഞ്ഞു 2020 ഫെബ്രുവരി 5-ാം തീയതിയാണ് എൻ്റെ ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ തലേ ദിവസമൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഭയങ്കര ചില്ലായിട്ട് എന്താ പറയുക, കുറേ ട്രിപ്പ് പോവുക, കുറേ ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത്, ഭയങ്കര ചില്ലായിട്ട്. എന്നിട്ട് 5-ാം തീയതി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് കുറച്ച് ടെൻഷൻ വരാൻ തുടങ്ങി. ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ തിരിച്ച് വരൂലേ, മീൻസ് ഇന്ന് വീണ്ടും എനിക്ക് ഈ വീട്ടിലേക്ക് എനിക്ക് ഈ വീട്ടിലല്ല, അന്ന് വേറെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് എനിക്ക് കയറാൻ പറ്റില്ലേ, ഇതിൻ്റെ ലാസ്റ്റ്, ഈ വീട്ടിലെൻ്റെ ലാസ്റ്റ് നൈറ്റ് ഇതാവുമോ, അങ്ങനെയൊക്കെ കുറേ ചിന്തകൾ എനിക്ക് ഇങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ടെൻഷനൊക്കെ കാക്കുനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതൊന്ന് സാരെല്ലാം കൂളാക്കി വിട്ടു. ഓക്കെ, പിന്നെ നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 5-ാം തീയതി പോകുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 5-ാം തീയതി നമ്മുടെ ഒരു ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ 5-ാം തീയതി തന്നെ നമുക്ക് ബേബീനെയും കയ്യിൽ കിട്ടും. ഹോസ്പിറ്റലിൽ പോകുന്നു, ബേബി പുറത്തേക്ക് വരാനുള്ള സെറ്റപ്പുകൾ ചെയ്യുന്നു, ബേബിനെ വകുന്നു, പോരുന്നു. അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു എന്താ പറയുക ഡെലിവറി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. 5-ാം തീയതി രാവിലെ തന്നെ എത്തി, ഇനി നേരത്തെ തന്നെ പ്രസവിച്ചോട്ടെ എന്ന് വിചാരിച്ച് നേരത്തെ എത്തി. എന്നിട്ട് ഒരു ഉച്ച വരെ എന്നെ ഡോക്ടർ നോക്കുന്നില്ല, വേറെ ആരും വരുന്നില്ല. റൂം വന്നു, അവിടെ ഇരുത്തി, അത്ര മാത്രം. പിന്നെ വൈകുന്നേരമായി, 3 മണിയായി, 4 മണിയായി, എന്നിട്ടൊന്നും എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് ഡോക്ടർ വിളിപ്പിച്ചു, ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഓക്കെ, ഇനി നമുക്ക് ബേബീനെ എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യാനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു. ഒരു പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു ബലൂൺ ഇടുക, നമുക്ക് എന്താ പറയുക, വികസനം വരാൻ വേണ്ടി നമ്മൾ ഒരു ബലൂണ് ഇൻസേർട്ട് ചെയ്യുമല്ലോ, ആ സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പോയി. ഇനി അവിടെ ആ ഒരു ബലൂൺ ഇടുന്ന സമയത്ത് അവിടെ നേഴ്സ് പിള്ളേരാണ് ഉണ്ടായിരുന്നത്, ഡോക്ടറൊന്നും ഉണ്ടായിരുന്നില്ല, നേഴ്സസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കൈപ്പഴ പറ്റിയതാണോ എന്താണെന്ന് അറിയില്ല, എന്തായാലും എൻ്റെ വാട്ടർ ബ്രേക്കായി. ഒരു 5:30 ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ഇത്. ആ ഒരു സമയം നോട്ട് ചെയ്തു കേട്ടോ, 5:30 ആ ഒരു സമയത്ത്. അങ്ങനെ വാട്ടർ ബ്രേക്കായി. അപ്പം തന്നെ എനിക്ക് വാട്ടർ ബ്രേക്കായി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഏകദേശം ഇങ്ങനെ പെയിൻ അങ്ങനെ വന്നു തുടങ്ങുമല്ലോ. പെയിൻ വന്നു തുടങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് റൂമിൽ പോകാൻ പറഞ്ഞു. റൂമിൽ പോയിട്ട് ഈ ബലൂൺ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് ഓടിപ്പോരും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബലൂൺ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും പെയിൻ കൂടി വരികയാണ് കേട്ടോ. ഇത് നമുക്കറിയാമല്ലോ, പെയിൻ കൂടി വരുള്ളൂ, ഒരിക്കലും കുറയൂല, അത് കൂടി തന്നെ വരുള്ളൂ ഡെലിവറി പെയിൻ. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ചപ്പാത്തിയാണ് ഞാൻ കഴിച്ചത്. ഒരു ചപ്പാത്തിയൊന്നും കഴിച്ചില്ല, പെയിൻ കൊണ്ട് നമുക്കൊരു ഹാഫ് ചപ്പാത്തിയൊക്കെ എങ്ങനെയൊക്കെയോ കഴിച്ചു. അതും ഓർത്ത് വെച്ചോട്ടാ, 8 മണിക്ക് ഞാൻ ഒരു ഹാഫ് ചപ്പാത്തി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്ലൂയിഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓവറായിട്ട് പോകുന്നില്ല, ലൈറ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലീഡിങ്, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. പിന്നെ ഏറ്റവും ഇതെന്നുള്ളത് പെയിൻ. നമ്മുടെ അറിയാമല്ലോ, ഡെലിവറി കഴിഞ്ഞിട്ട് അനുഭവിച്ച ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ, അറിയാത്ത ആൾക്കാർക്ക് ഇനി അനുഭവിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു പെയിനിലൊക്കെ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഓക്കെ ഇനി ലേബർ റൂമിൽ പോയിട്ടിരിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ പെയിൻ വന്നിട്ട് പെട്ടെന്നെങ്ങാനും ബേബി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം പിടിച്ചിട്ട് ലേബർ റൂമിലേക്ക് ഓടണ്ടേ, അതുകൊണ്ട് വേണ്ട, ലേബർ റൂമിൽ തന്നെ പോയിരിക്കാം. അങ്ങനെയൊക്കെ അറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് ഡെലിവറി. ഇതുവരെ ഞാനൊരു പ്രഗ്നൻറ്റ് ലേഡീസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത്ര അടുത്തറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ പിന്നെ എനിക്ക് ഡൗട്ട്സ് ചോദിക്കാനും, പിന്നെ ഇന്നത്തെ പോലെ യൂട്യൂബൊന്നും ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബൊക്കെ അൺവാണ്ടഡ് ലിസ്റ്റ് ഉണ്ടാവില്ലേ, അൺവാണ്ടഡ് ആപ്പുകൾ ഉണ്ടാവില്ലേ നമ്മുടെ ഫോണിൽ, ആ ലിസ്റ്റിലായിരുന്നു യൂട്യൂബൊക്കെ. ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കാറേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് നമുക്ക്
അത്രയ്ക്ക് അങ്ങോട്ട് അറിവില്ല. ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന ആ ഡെലിവറി പ്രോസസ്സിനെ പറ്റിയിട്ടൊന്നും ഒരു അറിവില്ല ഫസ്റ്റ് ഡെലിവറിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പൊട്ടത്തരൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം ലേബർ റൂമിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു വേണ്ട ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരുന്നോ കുഴപ്പമില്ല, പക്ഷേ റൂമിൽ പോയിട്ട് ഇരുന്നോ. അപ്പോൾ അവരെ വിചാരം റൂമിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു നമുക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫീൽ ഗുഡായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് റൂമിൽ ഇരിക്കണമെങ്കിൽ ഇരുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കൂടുതലും ഇത് മനസ്സിനൊരിത് ലേബർ റൂമിൽ ഇരിക്കുന്നതായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ലേബർ റൂമിൽ തന്നെ ഇരുന്നു. പിന്നെന്താ ആ രാത്രി അങ്ങനെ അവിടെ കഴിച്ചു കൂട്ടി. പിന്നെ പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് അവർ വയറൊക്കെ ക്ലീൻ ചെയ്ത് അതിന് മുന്നേ ഈ സാധനം ഈ ബലൂൺ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര വേദന. ബലൂൺ അവിടെ ഇരിക്കുന്നതാണ് എനിക്ക് വേദന എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയിട്ട് പതുക്കെ ബലൂണിനൊന്ന് വലിച്ചു വരാൻ നോക്കി. നടക്കുന്നില്ല. ബലൂൺ അങ്ങനെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അത് പോരുന്നേ ഇല്ല. അങ്ങനെ എനിക്ക് പിന്നെ ടെൻഷൻ കൂടി. ഈശ്വര ഈ ബലൂൺ ഇതെങ്ങനെ പുറത്തേക്ക് എടുക്കും എന്നുള്ള ടെൻഷൻ കൂടി. എന്നാൽ ഞാൻ ആരോടും പറഞ്ഞില്ല, ഇത് പോരുന്നൊന്നുമില്ല എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. പിന്നെ അവിടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു ഒരു നേഴ്സ് കുട്ടീനെ ഞാൻ കണ്ടപ്പോൾ ഈ സാധനം ഇതുവരെ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് അവരും പറഞ്ഞു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇപ്പോഴും ഇത് പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു നേഴ്സ് പറഞ്ഞു. എന്നിട്ട് അവരത് വലിച്ചു നോക്കി. പക്ഷെ അത് പോരുന്നില്ല. എന്നിട്ട് ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ പോരുന്നില്ല. ലാസ്റ്റ് നമ്മൾ ഈ എന്തെങ്കിലും നമ്മൾ കപ്പയൊക്കെ നമ്മൾ ചവിട്ടി പിടിച്ച് വലിക്കൂലേ, അതേപോലെ വലിച്ച് എടുത്തു. അപ്പം അത് പോന്നു. എന്താണെന്നറിയില്ല, അത്രയും ടൈറ്റായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അത് പോന്നു. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ വികസിക്കുകയല്ലേ, കുറച്ച് അടയാന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഈ ബലൂണിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല. ബലൂണൊക്കെ അവർ വലിച്ചു പറിച്ച് കളഞ്ഞു. പിന്നെ അവരെന്തോ ടാബ്ലറ്റ് എന്തോ തന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. വയറ് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ബലൂണ് പോയപ്പോൾ എനിക്കൊരു കുറച്ചൊരു പെയിന് കുറഞ്ഞ പോലെ ഒരു ആശ്വാസമായിട്ടോ. പിന്നെന്താ വയറ് കഴുകിയിട്ട് റൂമിൽ പോകാൻ പറഞ്ഞു. റൂമിൽ പോയിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോന്നോളാൻ പറഞ്ഞു. ഒരു ഡ്രസ്സൊക്കെ തന്നു. ആ ഒരു ഡെലിവറിക്ക് ഇടുന്ന ആ ഒരു ബ്ലൂ ഡ്രസ്സൊക്കെ തന്നു. മുടിയൊക്കെ കെട്ടാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ, മുടിയൊക്കെ 2 ഭാഗമൊക്കെ മുടഞ്ഞിട്ടിട്ടൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അതിന് മുന്നേ ഫുഡ് വേണമെങ്കിൽ കഴിച്ചോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വയറ് കഴുകുന്നതിന് മുന്നേ. പക്ഷേ വേദനിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ഫുഡ്, ആ രാത്രിയിൽ കഴിച്ചിട്ടുള്ള ആ ഒരു അര ചപ്പാത്തി മാത്രമേ ഉണ്ടായിരുന്നു വയറ്റിൽ. വയറ് കഴുകിയപ്പോൾ അതും പോയിട്ടുണ്ടാവും. പിന്നെന്താ പിന്നെ ഒരു 6 മണി 6:30 ഞാൻ വീണ്ടും ലേബർ റൂമിലേക്ക് എത്തി. പെയിൻ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ആരെയും ശല്യം ചെയ്യാണ്ട് ഒരു ബെഡിൽ ഞാൻ അങ്ങനെ പതുക്കെ കിടന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. കരഞ്ഞു വിളിക്കുക. അപ്പുറത്തെ ഒരു കുട്ടിക്ക് ഇങ്ങനെ കരഞ്ഞു വിളിക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞു വിളിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ വഴക്കൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, പേരുള്ളതുകൊണ്ട് എന്നാലും ഞാൻ കരഞ്ഞു വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഞെരുങ്ങി കിടക്കുമെന്ന് പറയില്ല, അങ്ങനെ ഞെരുങ്ങി കിടന്നു. പക്ഷെ ആർക്കും അങ്ങനെ വലിയ ശല്യമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എനിക്ക് കാല് നല്ല മസിലിനൊരു പിടുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേഴ്സിനെ കാണുമ്പോൾ എനിക്കൊന്ന് കാലൊന്ന് പിടിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അവർ അതൊക്കെ ചെയ്ത് അവിടെ അങ്ങനത്തെ നേഴ്സസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ ഡെലിവറി സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും അവിടുത്തെ ലേബർ റൂം എക്സ്പീരിയൻസ് പറയുമ്പോൾ നേഴ്സസിനെ പറ്റി ഇങ്ങനെ കുറ്റമൊക്കെ പറയാറില്ലേ. പക്ഷേ എനിക്ക് അവിടെയൊക്കെ നല്ല ഇഷ്ടമായിട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. മീൻസ് അവരൊരുപാട് ഇത് കണ്ടിട്ടില്ല. കരഞ്ഞു വിളിക്കുമ്പോൾ അവരത് മെയിൻ ചെയ്യില്ല. കാരണം ഒന്നാമത് നമുക്കറിയാം ഈ ഒരു ഡെലിവറി എന്ന് പറയുന്നത് പെയിൻഫുള്ളാണ്. വേദന ഇല്ലാണ്ട് അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് കരയാനുള്ളവരവിടെ കരയട്ടെ, അവർക്ക് റിലീഫ് കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു കോംപ്ലക്സ് കൊണ്ട് പക്ഷെ ഞാനങ്ങനെ അലറി വിളിച്ച് കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പിന്നെ ഇനി പെയിൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, എപ്പോഴാണ് ബേബി വരിക, അങ്ങനെ പെയിൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓരോന്ന് ചോദിക്കൂലേ, പ്രത്യേകിച്ച് പരസ്പര ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചോദിക്കൂലേ. പ്രത്യേകിച്ച് ഞാൻ എന്തായാലും ചോദിക്കും. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ഇവർ പറയുമ്പോൾ കുഴപ്പമില്ല, അപ്പോൾ നല്ല പെയിൻ ഉണ്ടല്ലോ, നല്ല കൺട്രാക്ഷൻ ഉണ്ടല്ലോ, ഒരു 10 മണിയോട് കൂടിയൊക്കെ ബേബി വരും. 10 മണിയോട് കൂടി വരില്ലേ, മീൻസ് രാവിലെ 10 മണിയോട് കൂടിയൊക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായി. 10 മണി വരെയല്ലേ, ഓക്കെ അതൊക്കെ ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടന്നു. 10 മണിയായി, 11 മണിയായി, ഉച്ചയായി, 1 മണി, 2 മണി, 3 മണി, ബേബി വരുന്നേ ഇല്ല. കോൺട്രാക്ഷൻ കൂടെ ഉണ്ടായിരുന്ന വേറെ ആൾക്കാരൊക്കെ പെയിനൊക്കെ വന്ന് പ്രസവം കഴിഞ്ഞ് വന്ന് ചായയും വെണ്ണവും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞാനിവിടെ ഇങ്ങനെ മൂളി ഞെരങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ കൂടെയുള്ള വേറെ നേഴ്സും കുറേ ആൾക്കാർ. അപ്പോൾ പിന്നെ കുറച്ച് നേഴ്സ് പെൺകുട്ടികളൊക്കെ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മളെ ലേബർ റൂമിൽ ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും നമുക്കൊരു മാനസികമായിട്ട് സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ മദർ ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനെ കുറേ ഡോക്ടർ ഇങ്ങനെ ഈ പഠിക്കുന്ന പിള്ളേരില്ലേ, നേഴ്സസാണോ ഡോക്ടറാണോ എനിക്കറിയില്ല, അങ്ങനത്തെ കുറേ പിള്ളേർ വന്നു. അവരൊക്കെ വന്നിട്ട് ഭയങ്കര കൺട്രാക്ഷൻ ഉണ്ടല്ലോ, ഭയങ്കര ഇതാണല്ലോ, അങ്ങനെ അങ്ങനെ അവർ സഹതാപം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ണ് തുറക്കാണ്ട് ഞാൻ ഇങ്ങനെ, നമുക്കറിയാലോ കരച്ചിൽ ഇങ്ങനെ അലറണ്ട ഒരു ഇത് പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ കിടക്കൂലേ, വേറെ വരുമ്പോൾ ഇങ്ങനെ കിടിച്ച് എന്താ പറയുക, തല ഇങ്ങനെ നമ്മളിങ്ങനെ പെരുപ്പിക്കൂലേ, നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു ഫീലിൽ ഞാൻ അങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അവരെ നോക്കാനോ അവരോട് എന്തെങ്കിലും പറയാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവരോട് എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ വായ തുറന്നാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും, അലറി വിളിച്ചു പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാണ്ട് ഞാൻ ഇങ്ങനെ വേന ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ കട്ടിലൊക്കെ എൻ്റെ തലണയൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ അത്രയും കൺട്രാക്ഷൻ ഉള്ളതുകൊണ്ടും ഇത് എക്സ്പാൻഡ് ആവാത്തതുകൊണ്ടും അവർ എന്താ പറയുക, വേറെന്തോ ഒരു സംഭവം, ഒരു ഓക്സിജൻ്റെ ഒരു കുറ്റി പോലെ ഒരു കുറ്റി, ആ കുറ്റിക്കൊക്കെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ മറന്നു. എന്നിട്ട് നമുക്ക് ഓക്സിജൻ തരുന്ന മാതിരി നമുക്ക് തരും. ഓക്സിജൻ തന്നെയാണ് തോന്നുന്നു, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ തന്നു. അത് നോർമലി ഒരു ഇങ്ങനെ പ്രഗ്നൻറ്റ് ഒരു ഡെലിവറി പെയിൻ വന്നിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവരത് എടുക്കാൻ, അതിൽ വലിക്കാൻ അവർ താല്പര്യപ്പെടില്ല. കാരണം അവർക്ക് എന്തോ ആ ഒരു പെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അപ്പുറത്ത് വേറൊരു ഡോക്ടർ അതിൻ്റെ പേഷ്യൻറ്റിനെ വഴക്കറിയുന്നുണ്ടാവുന്നു, വലിക്കുക അല്ലാണ്ട് അങ്ങനെ ബേബി പുറത്തേക്ക് വരാനാ, ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിന്. അപ്പം പറ്റുന്നില്ല ഡോക്ടറെ പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ പെയിൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ സാധനം വെച്ചിട്ട് ചക്രശ്വാസം വലിക്കണ പോലെ വലിക്കുകയായിട്ടോ. അങ്ങനെ അതോട് എന്താ പറയുക, ലാസ്റ്റ് വൃത്തെടുക്കൂലേ, അതേമാതിരി ചക്രശ്വാസം വലിക്കണ മാതിരി ഞാൻ ഇതെടുത്ത് വലിക്കാൻ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് കണ്ടിട്ട് പേടിയായിട്ട് അവരെൻ്റെ കയ്യിൽ നിന്ന് ബലമായി പിടി. ഞാൻ ലാസ്റ്റ് ഫുള്ള് വലിച്ചു കയറ്റി എൻ്റെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് വിചാരിച്ചിട്ട് അവരതിൻ്റെ അടുത്ത് ബലമായിട്ട് പിടിച്ച് വാങ്ങി. ആ സാധനം നമുക്ക് വലിപ്പിക്കാം, നമുക്ക് നമ്മുടെ ഫാമിലിയുടെ എന്തൊക്കെയോ സൈനൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സാധനമാണ്. മേ ബി അറിയുന്നുണ്ടാവും നിങ്ങൾക്ക്, ചിലപ്പോൾ നിങ്ങളും അത് വലിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു എന്താ പറയുക 5 മണിയോട് കൂടി 5 മണി ആ ഒരു സമയത്തൊക്കെയാണ് തോന്നുന്നു. അപ്പോഴേക്കും ഡോക്ടർ വന്നു. പിന്നെ വയറിൽ അറിയാമല്ലോ നമുക്ക് വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ട്. തലേ ദിവസം വൈകുന്നേരം 5 മണിക്ക് ബ്രേക്ക് ആയതാണ്. പിറ്റേ ദിവസം വൈകുന്നേരം 5 മണിയായി. 24 മണിക്കൂർ 5 മണിയാണോ അതോ 4:45 4:30 ആ ഒരു ടൈമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ ഒരു സമയം വരെ വാട്ടർ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. മൊത്തം വെള്ളവും പോയി കഴിഞ്ഞു, ഇനി പോകാനൊന്നുമില്ല, അങ്ങനത്തെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നും ചെയ്യാനില്ല. എൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക 99.9% നോർമൽ ഡെലിവറി നോക്കുന്ന ആളായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോൾ ഇത്രയും ടൈം എടുക്കുമ്പോൾ ഉച്ചയോട് കൂടിയിട്ടൊക്കെ കൊണ്ടുപോയി സിസേറിയൻ ചെയ്യേണ്ട ടൈമായി. പക്ഷേ ഡോക്ടർ അതുവരെ പിടിച്ചു നിന്നു. വാട്ടർ ബ്രേക്ക് ആയ ആളിനെ എങ്ങനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഡോക്ടറുടെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഡോക്ടർ അങ്ങനെ അത്ര നേരം പിടിച്ചു നിർത്തി. പക്ഷേ ഇനിയും ഡോക്ടറിന് ഒന്നും ചെയ്യാനില്ല. കാരണം ഹാർട്ട് ബീറ്റ് വീക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം എമർജൻസി സിസേറിയന് എടുത്തുകൊണ്ട് ഓടി. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ എനിക്കൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം. അപ്പോൾ അത്രയും പെയിൻ അതിൻ്റെ പീക്ക് ലെവലിലാണ് കേട്ടോ. പക്ഷെ എനിക്ക് അത്രയും പെയിൻ ഉണ്ടായിട്ടും അത്രയും ദേഷ്യം ഉണ്ടായിട്ടും ഞാൻ എന്താ പറയുക, എനിക്ക് കരയാനൊന്നും തോന്നിയില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് അവർ വേറൊരു സ്ട്രക്ചർ കൊണ്ടുവന്നു. ശരിക്കും അതിൻ്റെ മേലേക്കൊക്കെ ശരിക്കും ആരെങ്കിലും എടുത്ത് വെക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു സീനാണല്ലോ ഉണ്ടാവുക. പക്ഷെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ തന്നെ അതിൻ്റെ മേലെ ചാടി കയറി. എന്താവട്ടെ, ഇനി ചാടി കയറുന്ന ആ ഒരു കയറ്റുണ്ടല്ലോ, അത്യാവശ്യം ഹൈറ്റുള്ളതല്ല. അപ്പം അതിലേക്ക് എടുത്ത് ചാടി കയറുന്ന ആ ഒരു സമയത്ത് അപ്പം ഞാനും ബേബി പുറത്തേക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പ്രഷർ ഉപയോഗിച്ച് എണീറ്റ് കുറേ ട്രൈ ചെയ്തിട്ട് അതൊക്കെ ഒരു സീനായിരുന്നു ഓർക്കുമ്പോൾ. എന്തായാലും മീൻസ് ചുറ്റിൽ ആരെങ്കിലും ഉണ്ട് അങ്ങനത്തെ ഒന്നും എനിക്ക് അതിന് പറ്റുന്നു ഞാൻ ബോധേഡായില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ തന്നെ എന്തൊക്കെയോ ചെയ്തു. പിന്നെ കുറേ ലേറ്റ് പിന്നെ ഞാൻ കണ്ണടച്ച് കിടന്നു. പിന്നെ പുറത്തേക്ക് പോകുന്ന സമയത്ത് കാക്കുനെ കണ്ടു. അപ്പോൾ കാക്കുവിനോട് പറഞ്ഞു, കാക്കു ഞാൻ കുറേ ട്രൈ ചെയ്തു, നിങ്ങളുടെ പോക്കറ്റിൽ പൈസ പോകാതിരിക്കാം. അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ, ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാണ്. ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ കുഞ്ഞാവയ്ക്ക് വയ്യാതാവുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും പറഞ്ഞാൽ എൻ്റെ സൗണ്ട് എടറിപ്പോവും, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും പിന്നെ അവർ കൊണ്ടുപോയിട്ടോ, എമർജൻസി ആയിട്ട് പോവല്ലേ. അങ്ങനെ പിന്നെ എത്തി, മേലേക്ക് കുറേ റൗണ്ട് ലൈറ്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി. പിന്നെന്താ, സാധാരണ നമ്മൾ ഇരുത്തി വളച്ചിട്ടൊക്കെയാണല്ലോ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുക. പക്ഷേ എന്നെ ഇരുത്തിയിട്ടും വളച്ചിട്ടൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ കിടക്കുന്നത് ആ കിടക്കുന്ന എന്നെ ഇങ്ങനെ ആക്കി എന്നിട്ട് കുത്തി. പിന്നെ വേഗം ഒരു
വേറൊരു ബെഡിലേക്ക് അവരെന്നെ എടുത്ത് മറിച്ചിട്ടു. വല്ല ദോശയും മറിച്ചിടുന്ന പോലെ അവരെന്നെ എടുത്ത് മറിച്ചിട്ടു. പിന്നെ ഞാൻ ഒന്നും അറിയില്ല. ആ അനസ്തേഷ്യ അങ്ങോട്ട് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. തലേ ദിവസം 5 മണിക്ക് തുടങ്ങിയ പെയിനാണ് വൈകുന്നേരം, പിറ്റേ ദിവസം 5 മണിയായി. അത്ര നേരം പെയിൻ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പെയിൻ ഉണ്ട് സഡൻ സ്റ്റോപ്പ് ആയപ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ആശ്വാസമാണ്. അപ്പോൾ ഇനി എനിക്കുള്ളത്, ഇനി ബേബി പുറത്തേക്ക് വന്നിട്ട് ബേബി കരയുന്നുണ്ടോ നോക്കണം. നോർമലി നമ്മൾ പറയുമല്ലോ, മീൻസ് കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് അറിയില്ല. അപ്പോൾ ബേബിയുടെ കരച്ചിലൊന്ന് കേൾക്കണം, എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. ആണാണോ പെണ്ണാണോ അതൊന്നും എനിക്ക് അറിയണ്ട, കരച്ചിലൊന്ന് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വിത്തിൻ സെക്കൻഡ് മിനിറ്റ്സ് ബേബി വന്നു. എന്താ അവർ പറഞ്ഞത്, ഉണ്ണി വന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ വന്നോട്ടെ ഉണ്ണി വന്നോട്ടെ. എന്നിട്ട് അപ്പോൾ ഉണ്ണിയുടെ കരച്ചിൽ ഞാൻ കേട്ടു, വളരെ ലൈറ്റായിട്ടുള്ളൊരു കരച്ചിൽ. പിന്നെ ഇതാട്ടോ ഉണ്ണി എന്ന് പറഞ്ഞിട്ട്, കാരണം അവർക്ക് ബേബിനെ അങ്ങനെ കാണിച്ചു തരാനൊന്നുള്ള സമയമില്ല, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് പ്രശ്നമായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ജസ്റ്റ് ഇതാണ് കേട്ടോ ബേബി ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊന്ന് കാണിച്ചു, മീൻസ് ഒന്നും കാണിച്ചു തന്നിട്ടില്ല. ഞാൻ ആകെ കണ്ടത് ഉണ്ണിയുടെ ബെട്ടക്സ് ആണ് ഫസ്റ്റ്. ആദ്യം തന്നെ ഞാൻ കണ്ട്, ഞാൻ എപ്പോഴും പറയും കുഞ്ഞാറ്റി നിൻ്റെ ബെട്ടക്സ് ആയിട്ട് ഞാൻ ആദ്യം കണ്ടതെന്ന് പറയും. അപ്പോൾ ഒരു കുഞ്ഞു ചന്തി അതാണ് ഞാൻ ആദ്യം കണ്ടത്. അപ്പോൾ ഓക്കെ എനിക്ക് ചിരിയൊന്നും വന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത്രയും വയ്യാതായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനി ചിരിച്ചില്ലെങ്കിൽ നേഴ്സ് എന്തെങ്കിലും വിചാരിച്ചാലോ, അതുകൊണ്ട് ഞാൻ ഒന്ന് സന്തോഷം സന്തോഷം എന്നുള്ള രീതിയിൽ ചിരിച്ചു. അങ്ങനെ എന്താ പറയുക, പിന്നെ എന്തുണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ഉറങ്ങി. പിന്നെ ഉറങ്ങിയിട്ട് എണീക്കുന്ന സമയത്ത് കാക്കു വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു 8 മണിയൊക്കെ ആ ഒരു സമയത്ത് കാക്കു വന്ന് വിളിച്ചു. എന്താ പറയുക, നിന്നെപ്പോലെ ഒരു സുന്ദരി മോളാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പെൺകുട്ടിയാണെന്ന്. അതുവരെ എനിക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും സന്തോഷമായി. പിന്നെ കുറച്ച് ഡോക്ടേഴ്സ് വന്നിട്ട് മറ്റേ വയറിൽ ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ, വയറ് ഞെക്കി നോക്കുമല്ലോ ബ്ലീഡിങ് ഉണ്ടോ. എനിക്ക് പെയിനേ ഉണ്ടായിരുന്നില്ല, എനിക്ക് പെയിനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ആകെയുള്ളൊരു പെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ലേഡീസ് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ചായയും പെണ്ണൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചായയും പെണ്ണൊന്നും കിട്ടിയില്ല. ആ ഒരു സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിസേറിയൻ അല്ലേ, അപ്പോൾ സിസേറിയൻകാർക്ക് അപ്പം തന്നെ ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പിറ്റേ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് എപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത്രയും ദാഹിക്കുന്നുണ്ടെങ്കിൽ രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ 2 സ്പൂണ് വെള്ളം കുടിച്ചോളൂ എന്ന്. 2 സ്പൂണ് വെള്ളം. കഴിഞ്ഞ തലേ ദിവസം ഞാൻ 8 മണിക്ക് ഒരു 1/2 ചപ്പാത്തി കഴിച്ചതാണ് രാത്രിയിൽ. പിന്നെ അതാ പിറ്റേ ദിവസം രാവിലെ 8 മണി കഴിഞ്ഞു, രാത്രി 8 മണി കഴിഞ്ഞു. പിന്നെ 12 മണിക്ക് 2 സ്പൂണ് വെള്ളം കുടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ആകെ തളർന്നു പോയി. എന്നാലും കുഴപ്പമില്ല, ബേബി ഒന്നുമല്ലോ, എല്ലാം സന്തോഷമായല്ലോ. അങ്ങനെ ആ ഒരു ഡെലിവറി കഴിഞ്ഞു. ബേബി ആണെങ്കിലും കുഴപ്പമില്ല. അവർ എന്താ പറയുക, സെറ്റ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് കൊടുത്തു. കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വേറെ കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹെൽത്തി ബേബി ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഏകദേശം ഒരു 4 കിലോനടുത്ത് തൂക്കമുണ്ടായിരുന്നു. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ 4 കിലോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് കുറയുമല്ലോ. അങ്ങനെ ഹെൽത്തി ബേബി ആയിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഹാപ്പി. പിന്നെ പിറ്റേ ദിവസമല്ല കേട്ടോ, അപ്പം തന്നെ ഒരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 9 മണി 10 മണിയോട് കൂടി റൂമിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ ഇതുവരെ ബേബിയുടെ ഫേസ് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മുഖം ഒന്ന് കാണണമെന്നുണ്ട്. അതിന് മുന്നേ അമ്മയും കാക്കൂടെ ഉമ്മയൊക്കെ വന്നിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ ട്രൈ ചെയ്തു. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പാല് കൊടുക്കാനാണ്. പക്ഷെ അവർ നഴ്സുമാരും ആണെങ്കിലും കുറേ ട്രൈ ചെയ്തു. പക്ഷേ കുട്ടിക്ക് അങ്ങനെ കിടക്കുമ്പോൾ കംഫർട്ടല്ലായതുകൊണ്ട് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് കിട്ടണ നമ്മുടെ ഫോർമുല മിൽക്കില്ലേ, അതാണ് ഫസ്റ്റൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റൂമിലെത്തിയിട്ട് ഞാൻ കുറേ ഒന്ന് ചെരിഞ്ഞിട്ട് ഒരു കുഞ്ഞിൻ്റെ ഫേസ് ഒന്ന് കാണാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. പക്ഷെ ഇനി നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കാക്കുവിനോട് കാക്കു എനിക്കൊന്ന് വീഡിയോ എടുത്തതായോ ഫേസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ വീഡിയോയിലാണ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞാറ്റയുടെ ഫേസ് കാണുന്നത്. അപ്പോൾ അവൾക്കൊരു നുണക്കുഴിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു കുട്ടിക്ക് നുണക്കുഴി ഉണ്ടാവണത്. അപ്പോൾ ആ നുണക്കുഴി അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ നുണക്കുഴി ആദ്യം കണ്ടത്. എന്നിട്ട് കുട്ടിക്ക് നുണക്കുഴി ഉണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ കുട്ടി ഒന്ന് ഇങ്ങനെ കാക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നുണക്കുഴി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോയിൽ നുണക്കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു 8 മണിയൊക്കെ ആകുമ്പോൾ ഡോക്ടർ വരും, അപ്പോൾ എണീറ്റ് വേഗം കുളിച്ചു കേട്ടോ. അപ്പോഴേക്കും കുളിച്ച് റെഡിയായി നിന്നൊന്ന് എണീക്കാൻ പോയിട്ടൊന്ന് ചെരിയാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല.
പക്ഷേ 8 മണിക്കൊന്നും ഡോക്ടർ വന്നില്ല കേട്ടോ. അത് അവരെന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത് തോന്നുന്നു. എന്തായാലും ഞാൻ ആ നേഴ്സ് അവർ മീൻസ് നമ്മൾക്ക് ഇതൊക്കെ ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും ഡോക്ടർ വരും, വേഗം എണീക്കണം, കുളിക്കണം എന്നുള്ളൊരു ഇതല്ലേ. അപ്പോൾ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീക്കാൻ തുടങ്ങിയതാണ്. ആ ശ്രമം ഏകദേശം ഒരു 12 മണി വരെ ഉണ്ടായിരുന്നു. എനിക്ക് വേദന എടുത്തിട്ടല്ല, പക്ഷേ അത്ര വലിയ വയറായിരുന്നല്ലോ. അപ്പോൾ ആ വയറങ്ങോട്ട് ഒഴിഞ്ഞ് പിന്നെ ഇങ്ങനെ സൈഡിലേക്ക് ചെരിയുമ്പോൾ ഈ വയറിങ്ങനെ ബ്ലും ബ്ലും എന്ന് പറഞ്ഞാൽ 2 സൈഡിലേക്ക് ഇങ്ങനെ ആടി കളിക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ ആടുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ് ഫീലല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ ഈ നൂല് കൊണ്ട് തുന്നലെങ്ങാനും ഇങ്ങനെ ഇത്രയും വെയിറ്റുള്ള വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ ആ നൂലെങ്ങാനും പൊട്ടുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ ഒരു ടെൻഷൻ്റെ പുറത്താണ് ഞാൻ 7 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിയായി ഞാൻ ഒന്ന് എണീറ്റപ്പോൾ. അത് ഞാൻ പുതപ്പൊക്കെ വെച്ച് വയറൊന്ന് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്ന ഒരു അങ്ങനെ ആവാണ്ട് വയറൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ എന്താ കുളിക്കാൻ കയറി ആ സമയത്താണ് ഡോക്ടർ വന്നത് കേട്ടോ. ഡോക്ടർ പിന്നെ എന്താ പറയുക, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. പിന്നെന്താ കുഴപ്പമില്ല. അങ്ങനത്തെ അത്രയേ ഉള്ളൂ ഫസ്റ്റത്തെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 2 ബേബിക്കാണെങ്കിലും എനിക്കാണെങ്കിലും പിന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ വിട്ടു, വീട്ടിലേക്ക് വന്നു. അതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞാറ്റയുടെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞാറ്റനെ ഡെലിവറി മീൻസ് എനിക്ക് എന്താ പറയുക, കൺസീവ് ആയത് മെയ് മാസത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ കുഞ്ഞാറ്റയ്ക്ക് 2 വയസ്സായിട്ടുള്ള ഒരു മെയ് മാസത്തിൽ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണ്. സുഹൃത്തുക്കളെ, പ്രഗ്നൻ്റ് ആവുകയാണ്.